ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വചനയാത്രയിലൂടെ മനസ്സിലാക്കുന്നത് നമുക്ക് ഏറ്റവും പരിചിതമായ ഒരു വിശുദ്ധനെ കുറിച്ചാണ്. ആഗോള കത്തോലിക്ക സഭ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. കുട്ടിക്കാലം മുതലേ നമുക്ക് ഏറ്റവും പരിചിതമായ ഒരു വിശുദ്ധനാണ്. കാരണം നമ്മുടെ സമൂഹത്തിലൂടെ, നമ്മുടെ പല തീരപ്രദേശങ്ങളിലൂടെ, ഗ്രാമങ്ങളിലൂടെയൊക്കെ നടന്ന് പ്രേക്ഷിത പ്രവർത്തനം, യേശുവിൻ്റെ സുവിശേഷം നമുക്ക് നൽകിയ വിശുദ്ധനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മൃതശരീരം പോം ജീസസ് കത്തീഡ്രൽ ഗോവയിൽ സൂക്ഷിക്കുന്നതും. അദ്ദേഹത്തിൻ്റെ ആ ഏറ്റവും വലിയ തീക്ഷ്ണത നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ആവർത്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇത്രയധികം തീക്ഷ്ണത ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരൊറ്റ ഡയലോഗ് കൊണ്ട് ജീവിതം മാറി ചിന്തിക്കുവാനായിട്ട് സാധിച്ച ഒരു വിശുദ്ധനാണ്. ഇഗ്നേഷ്യസ് ലയോളയിലൂടെ ഒരു മനുഷ്യൻ ലോകം മുഴുവനും നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടമായാൽ അവനെന്ത് പ്രയോജനം എന്ന ഒറ്റ ഡയലോഗിൽ ജീവിതത്തെ മാറ്റിമറിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം എന്തായിരുന്നുവോ അതിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട്, എൻ്റെ ദൈവവിളി ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, കാൽനടയായി ഒരു ക്രൂശിത രൂപവും ബൈബിളും നെഞ്ചോട് ചേർത്ത് പിടിച്ച് സാധാരണക്കാരുടെ ഇടയിലേക്ക് സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിച്ച ഒരു വിശുദ്ധൻ. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ വളരെയധികം തീക്ഷ്ണതയോടുകൂടിയും സഹനങ്ങളിലൂടെയും കടന്നുപോയ ഒരു വിശുദ്ധനാണ്. നമുക്കറിയാം, സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ നമ്മളെ സംരക്ഷിക്കും. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കേൾക്കുന്നതും അത് തന്നെയാണല്ലോ. കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല, കാരണം അത് സത്യമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ തൻ്റെ ശിഷ്യന്മാർക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുമെന്ന് ആഹ്വാനം ചെയ്യുന്നു. ഒപ്പം നിരവധിയായ വരദാനങ്ങളും നൽകുന്നുണ്ട്. പിശാചിനെ ബഹിഷ്കരിക്കുകയും രോഗസൗഖ്യം നൽകുകയും പ്രസംഗിക്കുവാനും നിരവധി ഭാഷകൾ സംസാരിക്കാനുള്ള കഴിവൊക്കെ നൽകുന്നത്. ഞാൻ ചിന്തിച്ചത്, ഫ്രാൻസിസ് സേവ്യറിന് എങ്ങനെയാണ് ഇത്രയധികം തീക്ഷ്ണതയോടുകൂടി സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും സാധിച്ചതെന്ന്. 24 വയസ്സുള്ള ഒരു വിശുദ്ധൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു ഡയലോഗ് കേട്ടപ്പോൾ ഉടൻ തന്നെ മാറണമെന്നുണ്ടെങ്കിൽ അതിലെന്തോ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകത്ത് നമ്മൾ എന്തൊക്കെ നേടിയാലും നമ്മുടെ ആത്മാവിനെ നമ്മൾ നേടുന്നില്ല എന്നുണ്ടെങ്കിൽ നേടിയതൊക്കെ ശൂന്യമാണെന്ന് മനസ്സിലാക്കുന്ന ചിന്ത. 6 മാസ കാലയളവെടുത്തു അതൊന്ന് ചിന്തിച്ചെടുക്കുവാൻ. എന്നിട്ട് അദ്ദേഹം എടുത്ത ചിന്തയിൽ ഉറച്ചു നിന്നു. എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായാലും, എന്തൊക്കെ പ്രയാസങ്ങളുണ്ടായാലും, ബുദ്ധിമുട്ടുണ്ടായാലും എടുത്ത തീരുമാനത്തിൽ നിന്ന് ഒരണ പോലും മാറി ചിന്തിക്കുവാനായിട്ട് അദ്ദേഹം മനസ്സ് കാണിക്കുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അതാണ് ഫ്രാൻസിസ് സേവ്യറിൽ. അദ്ദേഹം ഒരു പ്രൊഫസറായിരുന്നു, ജ്ഞാനമുള്ള ഒരു വിശുദ്ധനായിരുന്നു. കാര്യങ്ങൾ കേൾക്കുവാൻ അല്ലെങ്കിൽ കേട്ട കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. ഈ ഒരൊറ്റ സുവിശേഷ വാക്യത്തിൽ നിരവധി അർത്ഥമുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം അതിൻ്റെ അടിസ്ഥാനത്തിൽ ബൈബിൾ വായിക്കുകയും കർത്താവിനെ കൂടുതൽ അറിയുവാനും ഞാൻ അറിഞ്ഞ സത്യം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനുമായിട്ട് തീക്ഷ്ണതയോടുകൂടി ഇറങ്ങിത്തിരിക്കുന്ന ഈ വിശുദ്ധൻ്റെ ജീവിതം നമുക്കെപ്പോഴും മാതൃകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് സമയമെടുത്ത് ചിന്തിച്ച് നമ്മളെടുക്കുന്ന തീരുമാനം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് ഈ വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഉറച്ചു നിന്നതുകൊണ്ടാണ് അദ്ദേഹം ഭാഷയോ സംസ്കാരമോ കാലാവസ്ഥയോ ഒന്നും അദ്ദേഹത്തിനൊരു തടസ്സമായിരുന്നില്ല. അവിടെയെല്ലാം ദൈവം എന്നോടൊപ്പം ഉണ്ട്,
കർത്താവ് എന്നെ വഴി നടത്തും എന്ന വിശ്വാസം അദ്ദേഹത്തെ തീക്ഷ്ണതയോടുകൂടി സുവിശേഷ പ്രഘോഷണം ചെയ്യുവാനും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാനും സാധിച്ചിട്ടുണ്ട്. നമ്മുടെ അനുദിന ജീവിതത്തിലും നമുക്ക് അദ്ദേഹത്തെ മാതൃകയായിട്ടെടുക്കാം. അദ്ദേഹം നമ്മുടെ മണ്ണിലൂടെ നടന്നുപോയ ഒരു വിശുദ്ധനാണ്. നമ്മുടെയൊക്കെ തീരപ്രദേശങ്ങളിലൂടെ മണിയടിച്ച് സുവിശേഷം പ്രഘോഷിക്കുമ്പോഴൊക്കെ കർത്താവിൻ്റെ ആ ഒരു സാന്നിധ്യം നമ്മൾ മനസ്സിലാക്കുന്നു. ജീവിതം എന്നത് നിരവധിയായ അർത്ഥങ്ങൾ ചേർന്നതാണെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. വെറുതെ ജീവിച്ച് തീർക്കേണ്ടതല്ല. ഓരോ ജീവിതത്തിനും അതിൻ്റെതായ ഒരു ലക്ഷ്യമുണ്ട്, അർത്ഥമുണ്ടെന്ന് ഈ വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നു. പരമപ്രധാനമായി നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അതിൻ്റെ ആയുസ് നമ്മൾ എങ്ങനെയാണോ ചിന്തിച്ചെടുക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. സമയമെടുത്ത് ചിന്തിച്ച് എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിൽ മുൻപോട്ട് പോകുവാനായിട്ട് ഈ വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നത് പോലെ നമ്മുടെ അനുദിന ജീവിതത്തിലും ഈ തീക്ഷ്ണതയും ഈ സഹനങ്ങളും നമുക്ക് സ്വന്തമാക്കാം. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരനുഗ്രഹത്തിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഇന്നേ ദിനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും അനുഗ്രഹങ്ങളും നേർന്നുകൊള്ളുന്നു.